ദ ഒക്കേഷണൽ ഡിമാൻഡ്സ്. ആ സാഹചര്യം അപ്പോഴത്തെ അപ്പോഴത്തെ ആവശ്യത്തേക്കാൾ അധികമാകാൻ പാടില്ല ചിലവ്. അപ്പോഴത്തെ ആവശ്യത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ടാവണം. അല്ലെങ്കിൽ ആ ആവശ്യത്തേക്കാൾ കൂടുതൽ തുക നമ്മൾ ചിലവഴിക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പബ്ലിക് മണി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു പ്രത്യേക വ്യക്തിയുടെ ഗുണത്തിനായി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഗുണത്തിനായി പബ്ലിക് മണി ഉപയോഗിക്കാൻ പാടില്ല എന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം, നാല് ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ട്രൂ? അപ്പോൾ ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രിപ്പറേറ്ററി എന്ന് പറയുന്ന സംഗതി, സാമ്പത്തിക അധികാരത്തിൻ്റെ മാനദണ്ഡങ്ങൾ. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഈസ് നോട്ട് ട്രൂ? താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഏതാണ്? അല്ലെങ്കിൽ തെറ്റായി കൊടുത്തിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഏതാണ്? അപ്പം നമുക്ക് അത് മൊത്തം നോക്കാം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മണി പെയ്ഡ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഔട്ട് ഓഫ് അക്കൗണ്ട്സ്. മണി പെയ്ഡ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഔട്ട് ഓഫ് അക്കൗണ്ട്സ്. 2, ഇനെവിറ്റബിൾ പേയ്മെൻറ്റ്സ് ഷുഡ് നോട്ട് ബി പോസ്റ്റ്പോൺഡ്. ഇനെവിറ്റബിൾ പേയ്മെൻറ്റ്സ് ഷുഡ് നോട്ട് ബി പോസ്റ്റ്പോൺഡ്. മൂന്നാമത്തെ അടുത്ത ഓപ്ഷൻ, ആൾ അപ്രോപ്രിയേഷൻസ് ഡു നോട്ട് ലാപ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. നാലാമത്തത്, ദ സാങ്ഷൻഡ് എമൗണ്ട് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ്. ദ സാങ്ഷൻഡ് എമൗണ്ട് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ്. ചോദ്യം നമുക്കൊന്നുകൂടെ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഈസ് നോട്ട് ട്രൂ? താഴെ പറയുന്നതിൽ ഏത് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിളാണ് തെറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ നമുക്ക് മൂന്നാമത്തതാണ് ഇതിലൊരു തെറ്റായ പരാമർശം. ബാക്കി 3 ഇതിൽ പ്രസക്തമായി വരുന്നതാണ്. അപ്പം മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തേൽ പറയും, നമ്മൾ മൂന്നാമതായി പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ആൾ അപ്രോപ്രിയേഷൻസ് ഡു നോട്ട് ലാപ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടെ എല്ലാ അപ്രോപ്രിയേഷൻസും ലാപ്സ് ആവില്ല എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അത് ലാപ്സ് ആവും. ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി വരുന്ന 3 പോയിന്റ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതെല്ലാം ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ്, ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മണി പെയ്ഡ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഔട്ട് ഓഫ് അക്കൗണ്ട്സ്. ഔട്ട് ഓഫ് അക്കൗണ്ട്സിന് പുറമേയുള്ള പണം ചെലവഴിക്കുന്നതിൽ പണം കൊടുക്കുന്നത് അതിൻ്റെ മണി പെയ്ഡ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഔട്ട് ഓഫ് അക്കൗണ്ട്സ്. അത് ഔട്ട് ഓഫ് അക്കൗണ്ട്സിന് അപ്പുറം അത് സൂക്ഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അത് വിത്തിൻ്റെ അക്കൗണ്ട്സിനകത്ത് നിൽക്കണമെന്ന് പറയുകയാണ്. അതിനപ്പുറം അധികരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പണം എന്ന് പറയുന്നത്, ചിലവാക്കുന്ന പണം എന്ന് പറയുന്നത് അക്കൗണ്ട്സിൽ അതിൻ്റെ വിത്തിൻ്റെ ലിമിറ്റിൽ നിൽക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, അധികരിക്കാൻ പാടില്ല. അത് നേരത്തെ നമ്മൾ പറയുന്നുണ്ട്, ജനറൽ പ്രിൻസിപ്പിൾസിൽ അത് പറയുന്നുണ്ട്, അധികരിക്കാൻ പാടില്ല. ഇനി ഇനോവേറ്റബിൾ പേയ്മെൻറ്റ്സ്, അത് അനിവാര്യമായ പേയ്മെൻറ്റ്സ് ഷുഡ് നോട്ട് ബി പോസ്റ്റ്പോൺഡ്. നമുക്ക് തീർത്തും അനിവാര്യമായ ചില പേയ്മെൻറ്റ്സുകൾ നമ്മൾ കൊടുത്ത് തീർത്തേ പറ്റൂ, അത് ചിലവഴിക്കേണ്ടതാണ്, അത് മാറ്റിവെക്കാൻ പാടില്ല, ഷുഡ് നോട്ട് ബി പോസ്റ്റ്പോൺഡ്. അപ്പോൾ അനിവാര്യമായി ചെയ്യേണ്ട പേയ്മെൻറ്റ്സ് നമ്മൾ നടത്തിയിരിക്കണം. അതിൽ നമുക്ക് ഒരു മാറ്റിവെക്കൽ പാടില്ല. പിന്നെ ദ സാങ്ഷൻ എമൗണ്ട് ഷുഡ് ബി എക്സ്പ്രസ് ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ്. നമുക്ക് ഈ അനുമതി നൽകുന്ന ഈ ചിലവാക്കാൻ വേണ്ടി അനുമതി ലഭിക്കുന്ന ഈ തുകയെ സംബന്ധിച്ച് അത് ഫിഗറിലും വേർഡ്സിലും നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ അതിൽ ആ ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. അത് അക്കൗണ്ട്സിന്, അതായത് വിത്തിൻ്റെ അക്കൗണ്ട് ലിമിറ്റിൽ ഉണ്ടാവണം. പിന്നെ ഒരിക്കലും അനിവാര്യമായ പേയ്മെൻറ്റ്സുകൾ പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. നമ്മൾ ചിലവാക്കുന്ന തുക വേർഡ്സിലും ഫിഗേഴ്സിലും നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഗവൺമെൻറ് സർവൻറ്റ്. ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. അതിൽ കുറച്ചൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന ആ ഉത്തരങ്ങൾ മാത്രം നമുക്ക് നോക്കാം. അതിൽ പറയുന്ന 3 കാര്യങ്ങൾ, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ 3 കാര്യങ്ങളും ഈ പറയുന്ന ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലും ഡ്യൂട്ടിയിലും പെടുന്നതാണ്. ആ 3 കാര്യങ്ങൾ ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഗവൺമെൻറ് സർവൻറ്റ് ടു ഒബ്സർവ് കംപ്ലീറ്റ് ഇൻറ്റിഗ്രിറ്റി ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്.
നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ, ചെലവ് നടത്തുമ്പോൾ, ചെലവിന് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ പണം പബ്ലിക് ഫണ്ടിൽ നിന്ന് പണം ചിലവാക്കാൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ തികച്ച ഒരു ആർജവത്വം, ഒരു കംപ്ലീറ്റ് ഇൻറ്റഗ്രിറ്റി നമ്മൾ കാണിച്ചിരിക്കണം, ഒരു ജാഗ്രത കാണിച്ചിരിക്കണം. നേരത്തെ എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ സ്വന്തം വ്യക്തിപരമായ ചിലവുകൾ നമ്മൾ നടത്തുമ്പോൾ കാണിക്കുന്ന ജാഗ്രത, ആ ഒരു ആർജവത്വം നമ്മൾ ഇതിലും കാണിക്കണം. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഗവൺമെൻറ് സർവൻറ്റ് ടു ഒബ്സർവ് കംപ്ലീറ്റ് ഇൻറ്റഗ്രിറ്റി ഇൻ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ കൃത്യമായും ഒരു ഇൻറ്റഗ്രിറ്റി വച്ച് പുലർത്താൻ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഗവൺമെൻറ് സർവൻറ്റ് ടു ഒബ്സർവ് കംപ്ലീറ്റ് ഇൻറ്റഗ്രിറ്റി ഇൻ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ടു ബി വാച്ച്ഫുൾ ടു സീ ദാറ്റ് ദ ബെസ്റ്റ് പോസിബിൾ വാല്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ഫോർ പബ്ലിക് ഫണ്ട് സ്പെൻഡ് ബൈ. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ തുകയ്ക്കും അത്രത്തോളം ഒരു ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിലുള്ള നടപടികളായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം. കാരണം ടു ബി വാച്ച്ഫുൾ ടു സീ ദാറ്റ് ബെസ്റ്റ് പോസിബിൾ വാല്യൂ ഈസ് ഒബ്റ്റെയിൻഡ്. നമ്മൾ ചെലവഴിക്കുന്ന തുകയ്ക്ക് ബെസ്റ്റ് പോസിബിൾ വാല്യൂ നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം. സർക്കാരിൻ്റെ പൊതുപണം ചിലവഴിക്കുമ്പോൾ, ആ പൊതുപണം ചിലവഴിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം അതിൽ നിന്ന് എത്രത്തോളം വാല്യൂ, അതിൻ്റെ പോസിബിൾ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നു, സാധ്യമായ രീതിയിലുള്ള മൂല്യം മുഴുക്കെ നമുക്ക് കിട്ടത്തക്ക രീതിയിലായിരിക്കും നമ്മൾ ചിലവഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു അവധാനത നമ്മൾ വച്ച് പുലർത്തേണ്ടിയിരിക്കുന്നു. അടുത്തത്, ടു ഗാർഡ് സ്ക്രൂപ്ലെസ്ലി എഗെയിൻസ്റ്റ് എവറി കൈൻഡ് ഓഫ് വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ഫ്രം പബ്ലിക് ഫണ്ട്സ്. പബ്ലിക് ഫണ്ട്സിൽ നിന്ന് ഒരു പണം പോലും പാഴായി പോകരുത്. അതിനുവേണ്ടി വളരെ ജാഗ്രതയായിട്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണവും അതിനെ സംബന്ധിച്ചുള്ള വെരിഫിക്കേഷനും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ടു ഗാർഡ് സ്ക്രൂപ്ലെസ്ലി എഗെയിൻസ്റ്റ് എവറി കൈൻഡ് ഓഫ് വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ഫ്രം പബ്ലിക് ഫണ്ട്സ്. പൊതുപണത്തിൽ നിന്ന് യാതൊരുവിധ ഒരു പൈസ പോലും പാഴാവരുത് എന്ന രീതിയിലുള്ള ഒരു തികഞ്ഞ ജാഗ്രത, കൃത്യമായ നിരീക്ഷണം അതിനാവശ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഗവൺമെൻറ് സർവൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ്, ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ചിലവുകളെ സംബന്ധിച്ച് വരുമ്പോൾ അത് ഗവൺമെൻറ് സർവൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഇത് കാണുന്നത്. ഇനി ഇവിടെ പറയുന്നത്, ഒരു അപ്രോപ്രിയേഷൻ ലാപ്സാവുന്നത്, ഈ സാമ്പത്തികപരമായ കാര്യങ്ങൾ, ഈ പണം ചെലവഴിക്കൽ, എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാപ്സാവുന്ന എപ്പോഴാണ് നമുക്കറിയാം, അറ്റ് ദ ക്ലോസ് ഓഫ് എ ഫൈനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ ഈ അപ്രോപ്രിയേഷൻ ലാപ്സാവുകയാണ്. ഓക്കെ. അപ്പോൾ ഓൾ അപ്രോപ്രിയേഷൻസ് ലാപ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടെ എല്ലാ അപ്രോപ്രിയേഷൻസും ക്ലോസ് ആവുകയാണ്, അവസാനിക്കുകയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. വിച്ച് ഈസ് ദ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. വിച്ച് ഈസ് ദ ആർട്ടിക്കിൾ ഇൻ കേരള ഫൈനാൻഷ്യൽ കോഡ് ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊപ്രൈറ്റി. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊപ്രൈറ്റിയെ പറ്റി പറയുന്ന പ്രസക്തമായ ഫൈനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു. നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഇത് പറഞ്ഞു, ആർട്ടിക്കിൾ 40 കൃത്യമായി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 40B ആണ് ഈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടിയെ പറ്റി പറയുന്നത്. അപ്പോൾ അത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വിച്ച് ഈസ് ദ ആർട്ടിക്കിൾ ഇൻ കേരള ഫൈനാൻഷ്യൽ കോഡ് ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊപ്രൈറ്റി, സാമ്പത്തിക അധികാരത്തിൻ്റെ മാനദണ്ഡങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, കേരള ഫൈനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആർട്ടിക്കിൾ 40B ആണ്. 40 എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ആർട്ടിക്കിൾ 40 അതിനെപ്പറ്റി പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ഒരു ചോദ്യം, ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് കണക്റ്റഡ് വിത്ത് എക്സ്പെൻഡിച്ചർ ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് കേരള ഫൈനാൻഷ്യൽ കോഡ്. ഇത് നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു അനുബന്ധമായൊരു ചോദ്യം തന്നെയാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ്, പ്രധാനപ്പെട്ട സാമ്പത്തിക തത്വങ്ങൾ, എന്തുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക തത്വങ്ങൾ, എക്സ്പെൻഡിച്ചറുമായിട്ട്, അപ്പോൾ ചെലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക തത്വങ്ങൾ KFCയുടെ കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് കണക്റ്റഡ് വിത്ത് എക്സ്പെൻഡിച്ചറുമായി കണക്ട് ചെയ്യപ്പെട്ടുള്ള ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഇതിനെപ്പറ്റി KFCയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിശദമായി പറഞ്ഞിട്ടുള്ളത്? അത് ആർട്ടിക്കിൾ
40C-യിലാണ് 40C-യിലാണ് അത് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 40-യിലാണ് എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ആർട്ടിക്കിൾ 40-യിലാണ്. ഇത് ആർട്ടിക്കിൾ 40C-യിലാണ് 40C-യിലാണ് ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് കണക്റ്റഡ് വിത്ത് എക്സ്പെൻഡിച്ചർ. ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് കണക്റ്റഡ് വിത്ത് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടി ഏതിൽ പറയുന്നത് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 40B-യിലാണ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടിയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 40B-യിലാണ്. ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് കണക്റ്റഡ് വിത്ത് എക്സ്പെൻഡിച്ചർ പറയുന്നത് 40C-യിലാണ്. 40C-യിലാണ്. ഇനി അടുത്തൊരെണ്ണം നോക്കാം. ദ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി പ്രൈമ ഫേസി മോർ ദാൻ ദ ഒക്കേഷൻ ഡിമാൻഡ് ഈസ് വൺ ഓഫ് ദ ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രസ്താവനയാണത്, ഒരു തത്വമാണ്. ചെലവ് പ്രഥമ ദൃഷ്ട്യ അപ്പോഴത്തെ ആവശ്യത്തേക്കാൾ അധികമാകാൻ പാടില്ല. അതാണ് ഈ പറയുന്നത്. ദ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി പ്രൈമ ഫേസി മോർ ദാൻ ദി ഒക്കേഷൻ ഡിമാൻഡ്. ഇതെന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടി വരുന്ന ഒരു തത്വമാണിത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി പ്രൈമ ഫേസി മോർ ദാൻ ദ ഒക്കേഷൻ ഡിമാൻഡ് ഈസ് വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടി. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു തത്വമാണ്. തത്വങ്ങളിൽ ഒന്നാണ് ഈ പറയുന്നത്. എന്താണ്? ചെലവ് പ്രൈമ ഫേസി പ്രഥമ ദൃഷ്ട്യ അപ്പോഴത്തെ ആവശ്യത്തേക്കാൾ അധികമാകാൻ പാടില്ല എന്ന് പറയുന്നത് സാമ്പത്തിക അധികാര മാനദണ്ഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ്. ദ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി പ്രൈമ ഫേസി മോർ ദാൻ ദ ഒക്കേഷൻ ഡിമാൻഡ്സ് ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോപ്പർട്ടി. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. All dash lapse at the close of the financial year as per Article 40 of the KFC. അപ്പോൾ ആർട്ടിക്കിൾ 40 KFC പ്രകാരം, ആർട്ടിക്കിൾ 40 KFCയിലെ ആർട്ടിക്കിൾ 40 പ്രകാരം all dash lapse നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. all appropriations lapse at the close of the financial year. അതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പഠിച്ചു വയ്ക്കാം. All appropriations lapse at the close of the financial year. അത് ഒന്ന് പഠിച്ചു വയ്ക്കാം. All appropriations lapse at the close of financial year. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. നമ്മൾ പഠിച്ച വസ്തുതകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. ആസ് പെർ ഇമ്പോർട്ടൻ്റ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് when any authority accords sanction for expenditure of a definite amount, then the amount should be expressed in dash. നമ്മൾ നേരത്തെ പറഞ്ഞു the sanctioned amount should be expressed in figures and words എന്ന് നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട്. നമ്മൾ ചിലവാക്കുന്ന തുക അല്ലെങ്കിൽ ചിലവാക്കാൻ അനുമതി നൽകിയ, അതാണ് ഇവിടെ പറയുന്നത്. അതോറിറ്റി അക്കോർഡ് സാങ്ഷനെ അക്കോർഡ് ചെയ്ത, അനുമതി ലഭിച്ച, ഭരണാനുമതി ലഭിച്ച, ചിലവാക്കാൻ വേണ്ടിയുള്ള അനുമതി ലഭിച്ച ആ തുക നമ്മൾ രേഖപ്പെടുത്തുന്നത് എപ്പോഴും ഫിഗേഴ്സ് ആൻഡ് വേർഡ്സിലായിരിക്കണം. ആസ് പെർ ഇമ്പോർട്ടൻ്റ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾ വിച്ച് വെൻ എനി അതോറിറ്റി അക്കോർഡ് സാങ്ഷൻ ഫോർ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഡെഫിനറ്റ് എമൗണ്ട്, the amount should be expressed in both in words and figures എന്നാണ് അത്. the sanction amount should be expressed in figures and words എന്നുള്ള വാക്ക് അതിൽ ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. അത് മറന്നു പോകരുത്. ഇനി ഇതിൽ ആർട്ടിക്കിൾ 44 പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 44 പറയുന്നത് പുതിയ ചെലവിനുള്ള അനുമതിക്കായുള്ള ഏതൊരു അപേക്ഷയും ആ വർഷം അവയ്ക്ക് ബഡ്ജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതും, അങ്ങനെ വ്യവസ്ഥയില്ലെങ്കിൽ പുതിയ ചെലവിലേക്കായി റീഅപ്രോപ്രിയേഷൻ മുഖേന മതിയായ ഫണ്ട് കണ്ടെത്താനാകുമോ എന്ന കാര്യം സൂചിപ്പിച്ചിരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ആർട്ടിക്കിൾ 44 പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ഒരു കാര്യം, പുതിയ ചെലവിനുള്ള അനുമതിക്കായുള്ള ഏതൊരു അപേക്ഷയും ആ വർഷം അവയ്ക്ക് ബഡ്ജറ്റ് വിഹിതം നീക്കി വച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത്.
അപ്പോൾ അതിൽ ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതും. അങ്ങനെ വ്യവസ്ഥയില്ലെങ്കിൽ പുതിയ ചെലവിലേക്കായി റീഅപ്രോപ്രിയേഷൻ മുഖേന മതിയായ ഫണ്ട് കണ്ടെത്താനാകുമോ എന്ന കാര്യം സൂചിപ്പിച്ചിരിക്കുകയും ചെയ്യേണ്ടതാണ്. പുതിയ ചെലവിന് അനുമതി നൽകുന്ന അധികാരികൾ അപ്രോപ്രിയേഷൻ്റെ ഉറവിടം സൂചിപ്പിക്കേണ്ടതാണ്. അപ്പം പുതിയ ചെലവിനായി നൽകുന്ന അനുമതിക്ക് അപേക്ഷിക്കുമ്പോൾ അത് നൽകുന്ന അനുമതി നൽകുന്ന അധികാരി അപ്രോപ്രിയേഷൻ്റെ ഉറവിടം സൂചിപ്പിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അത് ആർട്ടിക്കിൾ 44 പറയുന്നൊരു കാര്യമാണ് അത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 45 പറയുന്നൊരു കാര്യം ഈ കമ്മ്യൂണിക്കേഷൻസ് ഓഫ് സാങ്ഷൻ, അനുമതിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഓഫ് സാങ്ഷൻ, അതിനെപ്പറ്റി എന്ത് പറയുന്നു നമുക്ക് നോക്കാം. അത് ചെലവിന് ആർട്ടിക്കിൾ 44 പറ്റിയാണ് നമ്മൾ പറയുന്നത്. ചെലവിന് അനുമതി നൽകുന്ന ഉത്തരവിൻ്റെ ഒരു പകർപ്പ് അങ്ങനെ അനുമതി നൽകുന്ന അധികാര കേന്ദ്രം അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അത് പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. ചെലവിന് അനുമതി നൽകുന്ന ഉത്തരവിൻ്റെ ഒരു പകർപ്പ് ഈ ചെലവിന് അനുമതി നൽകുന്ന അതോറിറ്റി അക്കൗണ്ട് ജനറലിന് അതിൻ്റെ ഒരു പകർപ്പ്, അതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ ഗവൺമെൻറ് മുഖേന ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമതി ഉത്തരവിൻ്റെ 2 കോപ്പികൾ അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതും അതിൽ ഒന്ന് മഷി കൊണ്ട് ഒപ്പിട്ടിരിക്കേണ്ടതും ഒപ്പിടാത്ത മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് ഫോർ പേയ്മെൻറ്റ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 45 ആദ്യം പറഞ്ഞ എന്താണ്? ചെലവിന് അനുമതി നൽകുന്ന ഉത്തരവിൻ്റെ ഒരു പകർപ്പ് ആ കൺസേൺഡ് അതോറിറ്റി അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ. ഗവൺമെൻറ് മുഖേന ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയോട് കൂടി സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമതി ഉത്തരവിൻ്റെ 2 കോപ്പി, 2 പകർപ്പ് അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതും അതിൽ ഒന്ന് മഷി കൊണ്ട് ഒപ്പിട്ടിരിക്കേണ്ടതും ഒപ്പിടാത്ത മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് ഫോർ പേയ്മെൻറ്റ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് അക്കൗണ്ട് ജനറലിന് പ്രത്യേക കവറിൽ അയച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് അക്കൗണ്ട് ജനറലിന് പ്രത്യേക കവറിൽ അയച്ചു കൊടുക്കേണ്ടതാണെന്നാണ് KFC ആർട്ടിക്കിൾ 45 പറയുന്നത്. ഇനി ഓഡിറ്റിനായിട്ട് അയച്ചിരിക്കുന്ന സാമ്പത്തിക അനുമതികൾ നിർബന്ധമായും സാങ്ഷൻ അതോറിറ്റി മഷി കൊണ്ട് ഒപ്പിടേണ്ടതാണ്, മഷി കൊണ്ട് തന്നെ ഒപ്പിടേണ്ടതാണ് എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഡിറ്റിനായി അയച്ചിരിക്കുന്ന സാമ്പത്തിക അനുമതികൾ നിർബന്ധമായും സാങ്ഷൻ അതോറിറ്റി മഷി കൊണ്ട് സൈൻ ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി NGOസിന് നോൺ ഗസറ്റഡ് ഓഫീസർമാരുടെ അഡ്വാൻസുകൾ നൽകുന്നത് സംബന്ധിച്ച അനുമതികളോ ഉത്തരവുകളുടെയോ പകർപ്പുകൾ, അതായത് പ്രധാനമായിട്ട് അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് വരാം, മോട്ടോർ കാർ അങ്ങനെയുള്ളത് വരാം. ഈ ഹൗസ് ബിൽഡിങ് അഡ്വാൻസ്, മോട്ടോർ കാർ, ഈ മോട്ടോർ സൈക്കിൾ, ഇതിനെ സംബന്ധിച്ചുള്ള അഡ്വാൻസുകളെ സംബന്ധിച്ച് അത് ഒഴികെയാണ്, അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം നോൺ ഗസറ്റഡ് ഓഫീസർമാരുടെ അഡ്വാൻസുകൾ നൽകുന്ന സംബന്ധിച്ച് അനുമതികളുടെ ഉത്തരവുകൾ, പകർപ്പുകൾ, അതിൽ ഈ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, ഈ മോട്ടോർ കാർ, മോട്ടോർ സൈക്കിൾ അത് സംബന്ധിച്ചുള്ള അഡ്വാൻസുകൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോൺ ഗസറ്റഡ് ഓഫീസർമാരുടെ അഡ്വാൻസുകൾ നൽകുന്നത് സംബന്ധിച്ച അനുമതികളോ ഉത്തരവുകളോ ഉള്ള പകർപ്പുകൾ അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സെപ്റ്റ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, മോട്ടോർ കാർ, മോട്ടോർ സൈക്കിൾ എക്സെട്ര. ഇനി അവിടെ അത് സംബന്ധിച്ച 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. The authority which accord sanction of expenditure should furnish a copy of every sanction order to dash. അപ്പോൾ the authority which accord sanction of expenditure, ചെലവിനുള്ള അനുമതി നൽകുന്ന അതോറിറ്റി, അദ്ദേഹം ആ അനുമതി പത്രത്തിൻ്റെ കോപ്പി, പകർപ്പ് ആർക്ക് അയച്ചു കൊടുക്കണം? നിർബന്ധമായിട്ടും നമുക്കറിയാം അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ദ അതോറിറ്റി വിച്ച് അക്കൗണ്ട് സാങ്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഷുഡ് ഫർണിഷ് എ കോപ്പി ടു ദി അക്കൗണ്ടന്റ് ജനറൽ, AGക്ക് അയച്ചു കൊടുക്കേണ്ടത്.
അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി ഒബ്സർവ്ഡ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈനാൻഷ്യൽ സാങ്ഷൻസ് ഓർഡേഴ്സ് ടു ഓഡിറ്റ്? അതായത് നമ്മൾ ഈ ഫൈനാൻഷ്യൽ സാങ്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി ഒബ്സർവ്ഡ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈനാൻഷ്യൽ സാങ്ഷൻസ് ഓർ ഓർഡേഴ്സ് ടു ഓഡിറ്റ്, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സാങ്ഷൻസ് അല്ലെങ്കിൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വളരെയധികം നിരീക്ഷിക്കേണ്ട ഒരു വസ്തുത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വസ്തുത നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇറ്റ് ഷുഡ് ബി സൈൻഡ് ഇൻ ഇങ്ക് ബൈ ദ സാങ്ഷനിങ് അതോറിറ്റി ഓർ ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ഫോർ ദ പർപ്പസ്. ഇതിനെ നിശ്ചയിക്കപ്പെട്ട കൺസേൺഡ് ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ തീർച്ചയായിട്ടും ഇങ്ക് കൊണ്ട്, മഷി കൊണ്ട് അവർ സൈൻ ചെയ്യേണ്ടതാണ് എന്ന് വ്യക്തമായി പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇനി ഹൂ ഈസ് ദ ഓഫീസർ ഓതറൈസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ അക്കൗണ്ടന്റ് ജനറൽ കോപ്പീസ് ഓഫ് ഓർഡേഴ്സ് സാങ്ഷനിങ് എക്സ്പെൻഡിച്ചർ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്പെൻഡിച്ചർ സാങ്ഷനുമായി ബന്ധപ്പെട്ട പകർപ്പുകൾ അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായ ഉദ്യോഗസ്ഥനാരാണ്? ഹൂ ഈസ് ദ ഓഫീസർ ഓതറൈസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ അക്കൗണ്ട് ജനറൽ? ഇങ്ങനെയുള്ള ചിലവുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ട് ജനറലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനായ ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഒറ്റ കാര്യമുള്ളൊരു ഉത്തരം, ദ അതോറിറ്റി വിച്ച് അക്കൗണ്ട് സാങ്ഷൻ അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണോ അദ്ദേഹമാണ് ഈ പകർപ്പുകൾ AGക്ക് അയച്ചു കൊടുക്കേണ്ടത്. ദ അതോറിറ്റി വിച്ച് അക്കൗണ്ട്സ് സാങ്ഷൻ, അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണോ ആ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ AGക്ക് നൽകേണ്ടത്, പകർപ്പുകൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 46 നമുക്ക് നോക്കാം. ഒരു ഗവൺമെൻറ് ജീവനക്കാരന് ശമ്പളത്തിന് പുറമേ അധിക തുക നൽകുന്നതിനുള്ള അനുമതി അല്ല അതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ്, അനുമതി ഉത്തരവ് വന്നിരിക്കട്ടെ, ആ സാങ്ഷൻ ഓർഡറിൽ അതിനുള്ള കാരണങ്ങൾ കാണിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ജീവനക്കാരന് ശമ്പളത്തിന് പുറമേ അധിക തുക നൽകുന്നതിനുള്ള അനുമതി ഉത്തരവിൽ അതിനുള്ള കാരണങ്ങൾ കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അക്കൗണ്ട് ജനറൽ അത് സ്പെഷ്യൽ പേ ആണോ കോമ്പൻസേറ്ററി അലവൻസ് ആണോ എന്ന് വെരിഫൈ ചെയ്ത് കൃത്യത വരുത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ട് ജനറലിന് സമർപ്പിക്കുമ്പോൾ എന്താണ്, ഒരു ഗവൺമെൻറ് ജീവനക്കാരന് ശമ്പളത്തിന് പുറമെ അധിക തുക നൽകുന്നതിനുള്ള ഒരു അനുമതി ഉത്തരവ്, ആ അനുമതി ഉത്തരവിൽ അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ അധിക തുക അനുവദിക്കേണ്ടി വരുന്നത് എന്നുള്ളതിന് കാരണം കാണിച്ചിരിക്കണം, കാരണം സ്പെസിഫൈ ചെയ്ത് കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അക്കൗണ്ട് ജനറലിന് അത് സ്പെഷ്യൽ പേ ആണോ കോമ്പൻസേറ്ററി അലവൻസ് ആണോ എന്ന് വിച്ഛേദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊരു കൃത്യത വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 46 അത് വ്യക്തമായി പറയുന്നു. ഇനി ആർട്ടിക്കിൾ 47 പറയുന്നൊരു കാര്യം, ഭൂനികുതി അസൈൻമെൻറ്റ് ലാൻഡ് ടാക്സ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അസൈൻമെൻറ്റ് ഒഴികെ ക്യാഷ് പേയ്മെൻറ്റായി പരിഗണിച്ചിട്ടുള്ള ഭൂമി നൽകുന്നതിനോ ഭൂനികുതി അന്യാധീനപ്പെടുത്തുന്നതിനോ ഉള്ള യാതൊരു ഉത്തരവും ആവശ്യമായ വിശദാംശങ്ങൾ സഹിതം അനുമതി ഓഡിറ്റ് ചെയ്യുന്നതിലേക്കായി അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊരു പ്രസ്താവനയായിട്ട് 47 പറയും. അത് ഈ ഭൂനികുതി അസൈൻമെൻറ്റ് ഒഴികെയുള്ള ക്യാഷ് പേയ്മെൻറ്റായി പരിഗണിച്ചിട്ടുള്ള ഭൂമി നൽകുന്നതിനോ ഭൂനികുതി അന്യാധീനപ്പെടുത്തുന്നതിനോ ഉള്ള യാതൊരു ഉത്തരവും ആവശ്യമായ വിശദാംശങ്ങൾ സഹിതം അനുമതി ഓഡിറ്റ് ചെയ്യുന്നതിലേക്കായി അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അനുമതി ഓഡിറ്റ് ചെയ്ത് അപ്പോൾ അത് അക്കൗണ്ട് ജനറലിൻ്റെ പരിശോധനയ്ക്കായി അത് വിധേയമാക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഗസറ്റഡ് ജീവനക്കാരൻ്റെ നിയമനം, അവധി, വ്യക്തിഗത വേതനങ്ങൾ, പേഴ്സണൽ പേ എന്നിവയെ ബാധിക്കുന്ന ഉത്തരവ് അത് പാസ്സാക്കുന്ന ഒരു അധികാരി അതിൻ്റെ ഒരു പകർപ്പ് അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ഓഫീസിൽ സാധാരണ നടത്തുന്ന കാര്യങ്ങളാണ്. ഒരു ഗസറ്റഡ് ജീവനക്കാരൻ്റെ നിയമനം, അദ്ദേഹത്തിൻ്റെ അവധി, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വേതനങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള ഉത്തരവ്
അത് പാസ്സാക്കുന്ന അധികാരി അതിൻ്റെ പകർപ്പ് അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ ആ ഉത്തരവ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ളപ്പോൾ അതിൻ്റെ പ്രത്യേക കോപ്പി അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതില്ല എന്നും കൂടി പറയുന്നു. അപ്പോൾ അതിൻ്റെ ആ ഉത്തരവ് ഇദ്ദേഹത്തിൻ്റെ ആ ഓർഡർ എന്ന് പറയുന്നത് അത് ഗസറ്റിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ കോപ്പി അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. which contains the rules regulating the GPF account of government servants. സർക്കാർ ജീവനക്കാരുടെ GPF അക്കൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന റൂൾസ് ഏതിലാണ് അടങ്ങിയിട്ടുള്ളത്? which contains the rules regulating the GPF accounts of government servants. ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓപ്ഷൻ കൂടെ ഒന്ന് നോക്കിപ്പോവാം. കേരള അക്കൗണ്ട് കോഡ്, കേരള സർവീസ് റൂൾസ്, GPF കേരള റൂൾസ്, ജനറൽ ഫൈനാൻഷ്യൽ റൂൾസ്. അപ്പോൾ നമുക്കറിയാം GPF കേരള റൂൾസിലാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പം GPF കേരള റൂൾസ് കണ്ടെയ്ൻസ് ദ റൂൾസ് റെഗുലേറ്റിംഗ് ദ GPF അക്കൗണ്ട് ഓഫ് ഗവൺമെൻറ് സർവൻസ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കരാറുകളെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ നമുക്ക്. അപ്പോൾ കരാറുകൾ അല്ലെ കോൺട്രാക്ട്സ്, ഇത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ് ഇതിൻ്റെ കാര്യങ്ങൾ കരാറുകളെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് 2 ചോദ്യങ്ങൾ അത് നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മളത് ഈ കരാറുകളെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കതിൽ പ്രസക്തമായ ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കരാറുകളെ സംബന്ധിച്ച് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് to be observed is explained in article dash of KFC Volume 1. KFC Volume 1-ലെ ഏത് ആർട്ടിക്കിളിലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റി പറയുന്നത്? അത് ആർട്ടിക്കിൾ 51 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 51-ലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റി KFCയിൽ പറയുന്നത്. KFC Volume 1 ആർട്ടിക്കിൾ 51-ലാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റി പരാമർശിക്കുന്നത്. അതൊന്ന് പഠിച്ചു വയ്ക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് ടു ബി ഒബ്സർവ്ഡ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ആർട്ടിക്കിൾ 51 ഓഫ് KFC Volume 1. ആർട്ടിക്കിൾ 51 ഓഫ് കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ 51-ലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റി പറയുന്നത്. നമ്മൾ വേറൊരു ചോദ്യം, ആൾ ഗവൺമെൻറ് കോൺട്രാക്ട്സ് ആർ മെയ്ഡ് ബൈ. എല്ലാ ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും ആരാ നടത്തപ്പെടുന്നു എന്ന് പറയുന്നത്? ദ ഗവർണറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അധികാരി എന്ന് പറയുന്നത്. ആൾ ഗവൺമെൻറ് കോൺട്രാക്ട്സ് ആർ മെയ്ഡ് ബൈ ഗവർണർ. ആൾ ഗവൺമെൻറ് കോൺട്രാക്ട്സ് ആർ മെയ്ഡ് ബൈ ഗവർണർ. 2 ചോദ്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ചോദ്യം, ഈ ഇപ്പോൾ നമുക്ക് അരിയർ ക്ലെയിംസ് എന്ന് പറയുന്നത് അത് നമ്മൾ നോക്കിയെന്ന് തോന്നുന്നു. അരിയർ ക്ലെയിംസ്